പുതിയൊരു പെറ്റ്സ് കഫേ തുടങ്ങിയത് നിങ്ങൾ അറിഞ്ഞോ? ഇല്ലല്ലോ. കൊച്ചി വെണ്ണലയിൽ കേരളത്തിലെ ആദ്യത്തെ പെറ്റ്സ് കഫേ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങളുടെ പെറ്റ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഇവിടെയുള്ള പെറ്റ്സ് ആയിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ സാധിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പെറ്റ്സ് കഫേയാണ് വിത്ത് ഫർ. അപ്പം നമുക്ക് ഇവിടുത്തെ പെറ്റ്സിനെയൊക്കെ കാണണ്ടേ? നമ്മളിപ്പോൾ ഉള്ളത് ഈ പെറ്റ്സ് കഫേയുടെ അകത്താണ്. ഇവിടെ വന്ന് ഈ പെറ്റ്സ് ഒക്കെ ആയിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്ത് ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇവരുടെ ഒപ്പം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവരെ കളിപ്പിക്കാനൊക്കെ കിട്ടുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ വിത്ത് ഫർ. എന്തുകൊണ്ടാണ് ഈ വിത്ത് ഫർ പെറ്റ്സ് കഫേ എന്നുള്ളൊരു കോൺസെപ്റ്റ് മൈൻഡിലേക്ക് വരാനുള്ള റീസണും പിന്നെ അത് കൊച്ചിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ? ഇതെല്ലാം ആക്ച്വലി എൻ്റെ വീട്ടിലുണ്ടായ പെറ്റ്സിനുണ്ടായ കുട്ടികളാണ്. എനിക്ക് തന്നെ പുറത്ത് കൊണ്ടുപോകാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ടൗണിലുള്ളവർക്ക് വിടാനൊരു ഓപ്ഷനേ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കൊച്ചിയിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവർക്ക് അവർ ആ ഫ്ലാറ്റിലുള്ള കുഞ്ഞൊരു സ്പേസിൽ മാത്രമാണ് ഈ ഡോഗ്സ് ഒക്കെ വളർന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഓപ്പൺ സ്പേസ് കിട്ടുമ്പോൾ അവരും ഹാപ്പിയാണ്, അവരുടെ പാരൻസ് ഒക്കെ ഹാപ്പിയാണ്. ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ തുടങ്ങിയതിന് ശേഷം ശരിക്കും നല്ല റെസ്പോൺസ് ഉണ്ട്. എല്ലാവരും പറയുന്നത് അവർക്ക് പെറ്റ്സിനെ കൊണ്ട് വരാൻ പറ്റിയൊരു സ്പേസ് ആയി എന്നുള്ളതാണ്. റെഗുലറായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വരുന്നത്. പേർഷ്യൻ കാറ്റും ബീഗിളും ഹസ്കിയും ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ താരങ്ങൾ. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സിനെ ഇവിടെ കൊണ്ടുവന്ന് അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. ജാനു say hi. Veetla there is no other cat and all, so she just wanted a place and he said like I'll take you to a place which is very nice. And then when I came here I am seeing that she's very happy and like that makes me happy. Pets in a cafe, it's a very interesting idea, right? ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് വരുന്നതാണ്. ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. ഇവനും ഒരു ഫൺ ടൈം ആണല്ലോ. ഇവിടെ വന്ന് ബാക്കിയുള്ള കാറ്റ്സ് ആയിട്ടും ഡോഗ്സ് ആയിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഒരു ഹസ്കി ഉണ്ട് പുറത്ത്, പിന്നെ ഇവിടെ ഒരു ബീഗിൾ ഉണ്ടായിരുന്നു, പിന്നെ ചുറ്റും ക്യാറ്റ്സ് ആണല്ലോ. ഹി ഈസ് ഹാവിങ് എ ഫൺ ടൈം. ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവും. പിന്നെ ഇവിടെ വരുന്ന പെറ്റ്സ് ഇപ്പോൾ സാധാരണ ഒരു പെറ്റ് ഫ്രണ്ട്ലി കഫേ പോയാലും അവർക്കുള്ള ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ഫുഡും കിട്ടും. അപ്പോൾ അവരൊപ്പം തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നേരത്ത് പെറ്റ്സും ഹാപ്പി ആയിരിക്കും. അപ്പോൾ അത് പാരൻസിനൊരു ടെൻഷൻ ഉണ്ടാവില്ല, ഇവർ വിശന്നിരിക്കുകയാണോ ഇനി തിരിച്ച് വീട് വരെ എത്തുമ്പോൾ വരെ ഇവർ വിശന്നിരിക്കുന്ന ആ ഒരു ടെൻഷനേ ഉണ്ടാവില്ല. അവർക്കുള്ള ഫുഡും ഇവിടെ വെച്ച് തന്നെ കഴിച്ചിട്ട് പോകാൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും ഒരു സ്റ്റാർ ഓഫ് അട്രാക്ഷൻ ആണോ ഇവൻ? രണ്ടുപേരും, ഇവന് അതെ ഹസ്കിയും അതെ, രണ്ടുപേരും ഭയങ്കര അട്രാക്ഷനാണ്. കുറേ പേര് തന്നെ ഈ സ്കൂളുകളിലുള്ള ചെറിയ പിള്ളേർ പോലും ഇവരെ കാണാത്തവരുണ്ടല്ലോ, അവർ കാണാൻ തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചും കൂടി അധികം പെറ്റ്സിനെ നമ്മൾ അഡോപ്ഷൻ എല്ലാം നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസിലേക്ക് ഉണ്ട്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് പെറ്റ്സിന് വേണ്ടി ഇപ്പോൾ എങ്ങും നമ്മളൊരു പൂളോ അങ്ങനെയൊന്നും നമ്മളെങ്കിലും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളൊരു ആഡ് ഓൺ ആയിട്ട് നമ്മുടെ ഏരിയയിൽ പറ്റുന്ന പോലെ ഒരു പൂളും പിന്നെ അവർക്ക് കളിക്കാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ സ്ലൈഡ് എന്നുള്ള രീതിയിലൊക്കെ നമ്മളെല്ലാം അറേഞ്ച് ചെയ്യണം. അപ്പം നമുക്ക് ഈ പെറ്റ് കഫേ ഒക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങളൊരു പെറ്റ് ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് നിങ്ങളുടെ പെറ്റ്സ് ഒക്കെ ആയിട്ട് സമയം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വെണ്ണലയിലുള്ള വിത്ത് ഫറിലേക്ക് വന്നാൽ മതി. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 10:30 വരെ ഈ വിത്ത് ഫർ ഓപ്പൺ ആണ്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നിങ്ങളുടെ പെറ്റ്സ് ആയിട്ട് വേഗം ഇങ്ങോട്ട് വന്നോളൂ. വീഡിയോ ജേർണലിസ്റ്റ് ശരത് കുമാറിനോടൊപ്പം റിപ്പോർട്ടർ ജെൻസി ജേക്കബ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.